മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയയിൽ പോകാനൊരു ഭാഗ്യം ഉണ്ടായി. അവിടെ സിഡ്നിയിൽ ഒരു ആയുർവേദ കോൺഫറൻസിൽ ഞാൻ ആയുർവേദത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാം അവതരിപ്പിച്ചു. എന്നിട്ട് ഞാനൊരു വരി പറഞ്ഞു അവിടെ, ഫുഡ് ഈസ് ദ മെഡിസിൻ, മെഡിസിൻ ഈസ് ദ ഫുഡ്. ഫുഡ് ഈസ് ദ മെഡിസിൻ, മെഡിസിൻ ഈസ് ദ ഫുഡ്. അവർക്കത് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് തോന്നി. ഭക്ഷണം എന്ന് പറയുന്നത് തന്നെയാണ് മരുന്ന്, മരുന്ന് എന്ന് പറയുന്നത് തന്നെയാണ് ഭക്ഷണം. ശരിക്കും ഭാരതീയ പൈതൃക പ്രകാരം, കേരളീയ പൈതൃക പ്രകാരം നോക്കുകയാണെങ്കിൽ വെറുതെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ കറികളിൽ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. എത്രയോ പേറ്റന്റ് എടുത്തിരിക്കുന്ന മരുന്നാണ് മഞ്ഞപ്പൊടി. മല്ലിപ്പൊടി ഉപയോഗിക്കാറുണ്ട്, ജീരകം ഉപയോഗിക്കാറുണ്ട്, ഇഞ്ചി ഉപയോഗിക്കാറുണ്ട്, ചുക്ക് ഉപയോഗിക്കാറുണ്ട്, കുരുമുളക് ഉപയോഗിക്കാറുണ്ട്. എത്ര എത്ര സുഗന്ധ വ്യഞ്ജനങ്ങൾ ആയുർവേദത്തിൽ ഔഷധങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ശരിക്കും സാമ്പാർ ഉണ്ടാക്കുന്നതിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാം തന്നെ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്. കടുക് അതേപോലെ ഉപയോഗിച്ചാൽ അല്ലൈൽ ഐസോ തയോസൈനേറ്റ് എന്നൊരു കോമ്പൗണ്ട് അതിനകത്തുണ്ട്. അത് കുറച്ച് റിസ്കിയാണ്. ആ കടുകിനെ പോലും നല്ലോണം ചൂടാക്കിയ എണ്ണയിലിട്ട് പൊട്ടിച്ചിട്ടാണ് ഒഴിക്കുക. നമ്മൾ കടുക് വറുക്കുക, കറിവേപ്പില ഇടുക, മല്ലിയില ഇടുക. അപ്പൊ ശരിക്കും കടുക് പൊട്ടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആ പോയിസണസ് കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് പുറത്തേക്ക് പോകും. അതിനാണ് കടുക് പൊട്ടിച്ചിടുക. എന്നാൽ കടുക് അരച്ചിടുന്നതുകൊണ്ട്, കടുക് അരച്ചിടുമ്പോഴത്തേക്ക് നാളികേരമോ എന്തെങ്കിലും അതിനകത്ത് വേണമെന്ന് പറയാറുണ്ട്. കാരണം ആ പോയിസണസ് കോമ്പൗണ്ട് ഹൈഡ്രോളൈസ് ചെയ്ത് പോകാൻ. അവിടെയും നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടായി. അപ്പൊ ശരിക്ക് ഭക്ഷണത്തിനകത്ത് ഇത്രയും ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ജനത ലോകത്തിൽ ഒരിടത്തും ഇല്ല. ഈ ഉപയോഗിക്കുന്ന സ്പൈസസിന്റെ വ്യത്യാസം അനുസരിച്ചിട്ടാണ് പലപ്പോഴും കറിയുടെ ടേസ്റ്റ് പോലും മാറുന്നത്. അപ്പൊ ഭക്ഷണം തന്നെ ഔഷധമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഏകാദശി വ്രതം തിങ്കളാഴ്ച വ്രതമൊക്കെ അനുഷ്ഠിക്കാറുണ്ട്. വ്രതവുമായിട്ട് ഭക്ഷണത്തെ ബന്ധപ്പെടുത്തുമ്പോൾ അകത്തേക്ക് പോകുന്ന ഭക്ഷണത്തിലെ കൺട്രോളിംഗ് ആണ്. പിന്നെ ഔഷധക്കഞ്ഞി കർക്കിടക മാസത്തില്. അപ്പൊ ഔഷധക്കഞ്ഞി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഔഷധം തന്നെയാണ് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുക. ഭക്ഷണത്തെ ഔഷധമായും ഔഷധത്തെ ഭക്ഷണമായിട്ടും ഉപയോഗിക്കുന്ന ആ സിസ്റ്റത്തില് നമ്മുടെ ആരോഗ്യം ഇത്രയും അഷ്വേർഡ് ആയിരുന്ന ഒരു കാലം. ഇന്നത് മാറി മരുന്നിന് വേണ്ടി മാത്രവും, ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് തിന്ന് കൊതി തീരാൻ വേണ്ടി മാത്രവുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലം വന്നപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് റേറ്റ് എത്രയാ കേരളത്തിൽ കൂടിയിരിക്കുന്നത്, ക്യാൻസറിന്റെ റേറ്റ് എത്രയാ കൂടിയിരിക്കുന്നത്. ചില ഡോക്ടർമാർ പറയുകയുണ്ടായിട്ടുണ്ട് അടുത്ത കാലത്ത് കേരളം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിലനിൽക്കുന്നത്. കാരണം ഇവിടെ കഴിക്കുന്ന ഭക്ഷണം തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുക. രാത്രി 12 മണിക്ക്, 1 മണിക്ക്, 2 മണിക്ക് ഞങ്ങൾ പ്രഭാഷണം കഴിഞ്ഞ് ദൂരസ്ഥലത്ത് നിന്ന് വരുമ്പോൾ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ കൂടെ വരുമ്പോഴത്തേക്കും അവിടെ ബുഹാരി ഹോട്ടലുകൾ, കുറേ മുസ്ലിം ഹോട്ടലുകളുണ്ട്. അവിടെ രാത്രി ഇറച്ചി ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന കാണാം. 12 മണിക്കും 1 മണിക്കും 2 മണിക്കും അർദ്ധരാത്രി കഴിഞ്ഞിട്ട് 100 കണക്കിന് മോട്ടോർ ബൈക്കും സ്കൂട്ടറും അവിടെ ഈ ഇറച്ചി പാതിരാത്രിക്ക് കഴിക്കാനായിട്ട്, റംസാൻ പീരീഡ് ഒന്നുമല്ല, അല്ലാത്തപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ശരിക്കും നമ്മളുടെ ആഹാരം എന്ന് പറയുന്നത് നാക്കിന് വേണ്ടി മാത്രവും ശരീരത്തിന് വേണ്ടി അല്ലാതെയാവുകയും ശരീരത്തിന് കൂടി വേണ്ടി കഴിച്ചിരുന്ന ഔഷധ മിശ്രിതമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുകയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിക്ക് അസാധാരണമാം വിധത്തിലുള്ള രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുന്നത്.
നമ്മളുടെ പൂർവികര് പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണെന്നല്ല, അതിൽ അനുഭവ സമ്പത്തിന്റെ ധാരാളം ശരികളുണ്ട്. അനുഭവ സമ്പത്തിന്റെ ധാരാളം ശരികളുണ്ട്. അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. തുറന്ന മനസ്സോടുകൂടി ഉപയോഗിക്കാൻ സാധിക്കണം. അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണം. നമ്മുടെ പ്രാതൽ ഭക്ഷണം പോലും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും കറക്റ്റായിട്ടുള്ള കോമ്പിനേഷനാണ്. അതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഭക്ഷണം ഔഷധമായും ഔഷധം ഭക്ഷണമായും കഴിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് കുറേയെങ്കിലുമൊക്കെ തിരിച്ചു വരാൻ നമുക്ക് സാധിക്കണം. വേണ്ട സ്ഥലത്തും വേണ്ടാത്ത സ്ഥലത്തും മൃഗങ്ങളുടെ ചോരയും ഇറച്ചിയും വേവിച്ചും ഉപ്പും മുളകും ഇട്ടും എണ്ണയിൽ വറുത്തുമൊക്കെ തിന്നുമ്പോൾ നാക്കിന് ടേസ്റ്റ് തോന്നുമെങ്കിലും ശരീരത്തിന് അത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് ലോക ജനത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് പോലും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന കേരളീയര് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പൂർവികർ പറഞ്ഞ വഴിയിലേക്ക് പോകുന്നത് നല്ലതാണ്. പ്രണാമം, നമസ്കാരം.